സൗത്തിൽ നിന്നുള്ളൊരു പ്രാതിനിധ്യമാവുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു ഇത് താല്പര്യം ഉണ്ടാവില്ല സൗത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു ചട്ടക്കൂടെന്ന് പറയുന്നത് ഇരുമ്പുലൊക്കെയൊന്നുമല്ല. അതിനൊക്കെ പുതിയ റെവല്യൂഷണറി വർക്കിംഗ് പ്ലാറ്റ്ഫോംസ് വരാം. ഞാൻ എന്താ പറഞ്ഞത്, എനിക്കൊരു 10 വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ ക്യാബിനറ്റും MOSും അടക്കമുള്ളവർ ഞാൻ വളരെ റാഷണലായിട്ട് സെൻസിബിളായിട്ട് റീസണബിളായിട്ട് അവതരിപ്പിക്കുന്ന പദ്ധതികൾ അത് കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിരിക്കും, കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഉന്നമനത്തിനായിരിക്കില്ല, ആരെയും നശിപ്പിക്കാനുമായിരിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഷാഠ്യ ബുദ്ധിയോടെ ഞാൻ വന്നാൽ അത് വാശിയോടെ അവർ നടപ്പിലാക്കി തന്നാൽ മാത്രം മതി. അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതിലേതുമാവാം. ഇപ്പോൾ ഒരു ക്രോസ് ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അന്ന് മേയർ പറഞ്ഞത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാനത് മണ്ണുത്തിയിൽ നിന്ന് ഒരുപക്ഷെ ചങ്ങരംകുളം അതിനപ്പുറത്തെ പൊന്നാനി റോഡിലേക്ക് കൂടി കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്രോസ് കട്ട്, അതായത് ആവശ്യമില്ലാതെ തൃശ്ശൂർ വന്ന് തിരക്കും വായു മലിനീകരണവും ഇവിടുത്തെ ജീവിതത്തിന് ദുസ്സഹത പകർന്ന് നൽകുന്ന ഒരു ട്രാഫിക്കിനെ ഒഴിവാക്കാനുള്ള ഒരു ക്രോസ് കട്ട് റോഡ്, ഓവർഹെഡ് റോഡ്. അത് ഈ പുഴയ്ക്കൽ പാടത്തിൻ്റെ ശോഭാ സിറ്റിയുടെയൊക്കെ പിന്നിലൂടെയുള്ള ഒരു സംവിധാനം. അത് മനസ്സിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പലയിടത്തും പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തൃശ്ശൂരിലെയും അതുപോലെ തന്നെ ചൂണ്ടൽ ഭാഗത്തുള്ളയും ഒക്കെ ഇതിനൊക്കെ ഇടയ്ക്കുള്ള കച്ചവടക്കാർ മുഴുവൻ അത് അവരുടെയൊക്കെ ഒരു ഉപജീവനത്തിന് ഒരു നേരിയ തോതിലെങ്കിലും, നല്ല തോതിൽ നിന്നാണ് അവർ പറഞ്ഞത്, പക്ഷേ നേരിയ തോതിലെങ്കിലും അവരുടെ ക്രയ സ്ഥാപന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും. അത് നമ്മളൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തി എല്ലാവരുടെയും സമ്മതം വാങ്ങിക്കൊണ്ട് അത് അത്യാവശ്യമാണിത് നമുക്ക് ഒഴിവാക്കാം. ഒരു എന്താണ് ഒരു 2 ലൈൻ ഓവർഹെഡെങ്കിലും ഇട്ടുകൊടുത്താൽ ഈ ലോറികളെങ്കിലും ഇവിടെ വരാതെ പോകണം. ഇവിടെ വരേണ്ടവർ ഈ റോഡുകൾ ഉപയോഗിച്ചോട്ടെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അമല ഹോസ്പിറ്റൽ പ്രദേശത്തിനും ശോഭ കോംപ്ലക്സിനും അതുപോലെ തന്നെ സിറ്റിയിലും ഒക്കെ നമുക്കൊരു ഈസ് ഓഫ് ട്രാഫിക് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഈസ് ഓഫ് ലൈഫിലേക്ക് വരും. അതും ആഗ്രഹം. എനിക്കറിയത്തില്ല, അത് അവരാ നിശ്ചയിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്തുനിന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് അവിടെ ഡൽഹിയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഞാൻ 6:55 അവിടെ എത്താം. പ്രധാനമന്ത്രി വിളിച്ചിരുന്നു. ഞാൻ ജനങ്ങൾക്ക് മധുരം അവരുടെ ഹൃദയത്തിലേക്കാണ് പകർന്നു കൊടുക്കുന്നത്. ഇങ്ങനത്തെ ചീപ്പ് ഡേറ്റയുമായിട്ട് ആരും വരരുത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ്സിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു, CPMലെയും CPIയിലെയും. എന്തിന്? SDPIയിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. 0 വോട്ടായിരുന്നിടത്ത് എനിക്ക് 6 വോട്ട് കിട്ടി. ആ 6 കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കും. അവർക്ക് ഭീഷണിയുണ്ട്. അപ്പോൾ അവരുടെയും വോട്ടല്ലേ. അപ്പോൾ എനിക്ക് മണ്ണാണ് പ്രധാനം, സംസ്ഥാനമാണ് പ്രധാനം, അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് പ്രധാനം. ഈ രാജ്യത്തിൽ അവർക്ക് തുല്യ അവകാശം ഉണ്ട് എന്ന് ആദ്യമായി സ്ഥാപിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ വിജയം. അങ്ങനെ നിങ്ങൾ മതിൽ കെട്ടി തിരിച്ചോളൂ. ഞാൻ ഇലക്ഷന് പോകുമ്പോൾ എന്താ പറഞ്ഞാൽ, എൻ്റെ സഹസ്ഥാനാർത്ഥികളുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ കാണുന്നില്ല. ഞാൻ എൻ്റെ മുമ്പിലുള്ള ജനങ്ങളെ കാണുന്നുള്ളൂ. എന്നെ ജയിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ ഫേക്ക് അല്ലാത്ത സെക്യുലറിസ്റ്റ് ആണ് എന്നെ ഇവിടെ ഈ ഭൂരിപക്ഷം തന്ന് വിജയിപ്പിച്ചിരിക്കുന്നത്. അല്ല, ഇന്ന് 6 മണിക്ക് മുമ്പ് എത്തണം എന്നാണ് നിർദ്ദേശം. പക്ഷേ എനിക്ക് കിട്ടിയ ഫ്ലൈറ്റിൻ്റെ ഒരു സൗകര്യം വെച്ച് അതവിടെ ലാൻഡ് ചെയ്യുമ്പം 6:55 ആവും. നെടുമ്പാശ്ശേരിയിൽ നിന്ന് 3 മണിക്കാണ്. ഭക്ഷണം കഴിഞ്ഞാൽ പ്രാതൽ കഴിച്ചിട്ടില്ല.